പിന്നല്ലേ എൻ്റെ ഒരു ഫ്രണ്ട് മെസ്സേജ് അയച്ചിരുന്നു. ആള് +2 കഴിഞ്ഞു, ആൾക്ക് ഒരു ജോലിയും കിട്ടി. പക്ഷെ ഇനി പഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. അതിന് കൺഫ്യൂഷൻ്റെ കാര്യമില്ല. നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്ന അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഉണ്ട്. UGC ഇന്ത്യ അക്രഡിറ്റേഷൻ ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. ഓൺലൈനായിട്ട് നമുക്ക് വീട്ടിലിരുന്നും എക്സാം അറ്റൻഡ് ചെയ്യുന്ന രീതിയിലാണ്. പക്ഷെ അവിടെ പോയി പഠിക്കാൻ പറ്റാത്തവർക്കോ അല്ലെങ്കിൽ നമ്മളെ പോലെ ജോലി ഉള്ളവർക്കോ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നതിൻ്റെ ഒക്കെ ചെയ്യാൻ പറ്റിയ കോഴ്സസ് ഉണ്ടോ? തീർച്ചയായും അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഉണ്ട്. നമുക്ക് വീട്ടിലിരുന്ന് എക്സാം അറ്റൻഡ് ചെയ്യാം. വളരെ കുറഞ്ഞ ഫീസാണ് നമുക്ക് അലിഗഡിൽ വരുന്നത്. പിന്നെ യൂണിവേഴ്സിറ്റി അപ്രൂവൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സർട്ടിഫിക്കറ്റ് നല്ല വാല്യൂ ഉണ്ട്. നമ്മളിവിടെ ചെയ്യുന്നത് PG കോഴ്സുകൾ ചെയ്യുന്നുണ്ട്, അതുപോലെ UG ചെയ്യുന്നുണ്ട്. PGയിലാണെന്നുണ്ടെങ്കിൽ നമ്മള് MCOM അതുപോലെ തന്നെ MA കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. UG ആണെന്നുണ്ടെങ്കിൽ നമ്മള് BA BCom കോഴ്സുകൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അതുള്ളാലോ. അപ്പൊ അതിൽ അഡ്മിഷൻസ് ഒക്കെ എങ്ങനെയാണ് എടുക്കുന്നത്? നമുക്ക് ഓൺലൈനായിട്ട് അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാം. അഡ്മിഷന്റെ കാര്യങ്ങളും ഓൺലൈൻ തന്നെയാണ്. നമ്മളൊരു കുട്ടീനെ അഡ്മിഷൻ ചെയ്ത് കഴിഞ്ഞാൽ 3 days കൊണ്ടാണ് യൂണിവേഴ്സിറ്റിയിൽ ആ കുട്ടിക്കുള്ള ഐഡിയും പാസ്വേഡും നിൽക്കുന്നത്. അത് വെച്ചിട്ട് എല്ലാ കുട്ടികൾക്കും ഇവിടെ സ്റ്റുഡൻറ് പോർട്ടലുണ്ട്. ആ പോർട്ടലിൽ കയറി കഴിഞ്ഞാലാണ് അവർക്ക് അവരുടെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പോർട്ടൽ ത്രൂ ആണ് കിട്ടുന്നത്. അതിൽ എക്സാംസ് ഒക്കെ എങ്ങനെയാ വരുന്നത്? അലിഗഡിലെ എക്സാം നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. ടോട്ടൽ 70 മാർക്സിനാണ് അസൈൻമെന്റ് വരുന്നത്. 2.5 മണിക്കൂർ ടൈമാണ് എക്സാമിന് ഉണ്ടാവുക. ഫസ്റ്റ് ഹാഫ് അല്ലാതെ അവർക്ക് ലോഗിൻ ചെയ്യേണ്ട ടൈം ആയിരിക്കും. പിന്നെ അറിയാലോ, ഒരു സെൻട്രൽ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ തന്നെ ഓൺലൈൻ എക്സാം ആകുമ്പോൾ ക്യാമറന്റെ ആക്സസ് ഉണ്ടായിരിക്കും. ഒരു എക്സാം എന്നത് വരെ എക്സാം അവര് ക്യാമറ കണ്ടറിൽ നിന്നിട്ട് ഒരു എക്സാം എഴുതുന്നത്. അപ്പൊ അസൈൻമെന്റ്സ് ഒക്കെ വരുന്നുണ്ടോ? തീർച്ചയായും അസൈൻമെന്റ്സ് വരുന്നുണ്ട്. ഓൺലൈനായിട്ടാണ് അസൈൻമെന്റ് ചെയ്യേണ്ടത്. 30 മാർക്സിലാണ് അസൈൻമെന്റ് വരുന്നത്. നമ്മുടെ എക്സാം 70 മാർക്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ 100 മാർക്സ് ആണ്. അതിൽ 70 എക്സാമിന് പോയി കഴിഞ്ഞാൽ ബാക്കി 30 മാർക്സ് അസൈൻമെന്റ് ആണ്. പിന്നെ നമ്മൾ കമ്പൽസറി ആയിട്ടും അസൈൻമെന്റ് വെച്ചിരിക്കണം. അതപ്പോൾ ഓപ്ഷൻ ഉണ്ടാവും. അതിലിപ്പോൾ ഒരു 5 ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ 3 എണ്ണം ആക്സ് ചെയ്താൽ മതി. 10 മാർക്ക് വെച്ചിട്ടായിരിക്കും ഓരോ ചോദ്യത്തിനും ഉണ്ടാവുക. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് പോർട്ടലിൽ തന്നെ അത് എഴുതിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. യൂണിവേഴ്സിറ്റി ഒരു ടൈം പീരീഡ് തരും. ഈ ടൈമിൻ്റെ അവർക്ക് എപ്പോൾ വേണമെങ്കിലും കയറിയിട്ട് അസൈൻമെന്റ്സ് ഒക്കെ അവരുടെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പൊ ഈ ഫൈനൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എങ്ങനെയായിരിക്കും? ഫൈനൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു BA എടുത്ത കുട്ടി, അതായത് ആർട്സ് സർട്ടിഫിക്കറ്റ് എടുത്ത കുട്ടി സംബന്ധിച്ച് അവർക്ക് 6 സെമ്മാണല്ലോ ഉണ്ടാക്കുക. അപ്പൊ ഓരോ സെമ്മിന്റെയും മാർക്ക് ലിസ്റ്റ് നമ്മള് കുട്ടി ആ സെമ്മ് പാസ് ആവുന്നതിനനുസരിച്ച് നമ്മൾ ഇവിടുന്ന് യൂണിവേഴ്സിറ്റിയിൽ ഇവിടെ റിക്വസ്റ്റ് അയച്ചിട്ട് നമുക്ക് മാർക്ക് ലിസ്റ്റ് കിട്ടും. എല്ലാ മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി വെച്ചിട്ട് ഫൈനൽ സർട്ടിഫിക്കറ്റ് കോൺവെക്കേഷൻ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് വരും. ഒരു 1 month ഗ്യാപ്പിനുള്ളിൽ നമുക്ക് കോൺവെക്കേഷൻ യൂണിവേഴ്സിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. തീർച്ചയായും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. മാത്രമല്ല നമ്മുടെ കൗൺസിലിംഗ്സിലൊക്കെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി പാസ് ഔട്ട് ആവുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും സിംസ് തന്നെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു എക്സാമായി ബന്ധപ്പെട്ടായിക്കോട്ടെ അസൈൻമെന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓവറായിട്ട് ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഈസി ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുന്ന രീതി തന്നെയാണ് വരുന്നത്. അപ്പൊ ഒട്ടും വൈകിക്കേണ്ട, നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാൻ ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ.